അതിൻ്റെ ഉള്ളിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം ആ DNA സാമ്പിൾസ് ട്രിവാൻഡ്രത്തുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്ത് അവർ പറയുന്നത് മാക്സിമം 10 days ആണെങ്കിലും വിത്തിൻ 3 to 4 days നമുക്ക് അതിന്റെ റിസൾട്ട് തരാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 4 പേരുടെയാണ് റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വരുന്ന കോൾസ് നമ്മൾ റീകൺസൈൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് പേരുകൾ സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടു കൂടി മൊത്തം റീകൺസൈൽ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇനി ആരെങ്കിലും അറിയിക്കാത്തതുണ്ടെങ്കിലും നമുക്കതിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. 4 പേര് ഇവിടെ ഇപ്പോൾ ഫാമിലീസ് എത്തിയിട്ടുണ്ട്. 32 ബോഡി പാർട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ടിഷ്യൂസും കൂടി കിട്ടിയിട്ടുണ്ട്. അത് അവരൊരു ബോഡി പാർട്ടായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നില്ല. DNA സാമ്പിൾ എടുക്കാൻ പറ്റുന്നതിൻ്റെ എണ്ണമാണ് അവരിപ്പോൾ പറയുന്നത്. ഇല്ല, അതിൻ്റെ എക്സാക്ട് കണക്ക് ഇപ്പോൾ എല്ലാ മിസ്സിംഗ് കേസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് പറയാൻ പറ്റുക. ഇല്ല, അത് എൻക്വയറിക്ക് ശേഷം അറിയിക്കുന്നതാണ്. അല്ല, ഓൾറെഡി അവരുടെ ടീം ഇവിടെ ഉണ്ട്. അവരിപ്പോൾ ബോഡി പാർട്സിൻ്റെ ഫുൾ എടുത്തു കഴിഞ്ഞു. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ എടുത്തു കഴിഞ്ഞു. പിന്നെ അവരുടെ റിലേറ്റീവ്സ് അവൈലബിൾ ആയിട്ടുള്ളവരുടെ എടുത്തു. ഒരാളുടെ അമ്മയുടെ സാമ്പിൾ വേണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം അവർ ആ സാമ്പിൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുന്നതാണ്. അവർ പറയുന്ന മാക്സിമം 10 days ആണെങ്കിലും 3 to 4 days വിത്തിൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്സ് ചിലപ്പോൾ ഒരാളുടെ ആയിരിക്കാം, ചിലപ്പോൾ അത് വേറെ ആളുകളുടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എണ്ണം ഇപ്പോൾ പറയാനായിട്ട് പറ്റുന്നില്ല. അവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് എന്തെങ്കിലും മരുന്നുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള പ്രൊസീജിയർ നടക്കും. അല്ല, അവിടെ എനിക്ക് ഈ കടാവർ ഡോഗ്സ് അടക്കമുള്ളവർ ബാക്കിയുള്ള മിസ്സിംഗ് ബോഡി പാർട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി മിസ്സിംഗ് കേസുകൾ നമുക്ക് വന്നതും ബാക്കി DNA ടെസ്റ്റും കൂടി വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ധാരണയാവുള്ളൂ ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ. 4 പേര് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ അടുത്തിന് ഇൻഫർമേഷൻ തരാത്ത ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളത് അറിയില്ല. അതുപോലെ ഇപ്പോൾ കൺട്രോൾ റൂമിലേക്ക് വരുന്ന കോൾസും കൂടി നമുക്ക് റീകൺസൈൽ ചെയ്യാനുണ്ട്. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏറ്റവും പുതിയതായി ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ അതിന് അപ്ഡേഷൻ നൽകുകയായിരുന്നു. പ്രധാനമായും കളക്ടർ പറഞ്ഞത് 4 പേരുടെ കാര്യങ്ങൾ അവരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എത്തിയിട്ടുണ്ട്, ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ പേരെ കാണാനില്ല എന്നതിൻ്റെ വിവരങ്ങളും ഇതൊരു സൂചന എന്ന രീതിയിലേക്ക് കളക്ടർ പറയുന്നുണ്ട്. കൂടുതൽ കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കോളുകളും ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന 4 പേരുടെയും കൂടി കൂട്ടിയാകും എത്ര പേരെ കാണാനില്ല എന്നൊക്കെയുള്ളത് കൃത്യമായ ഒരു എണ്ണം പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് കളക്ടർ വ്യക്തമാക്കിയത്. ഇനി ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.